ഹലോ, വണക്കം. ഞാൻ ഡേവിസ് വളർക്കാവ് എന്ന് പറയുന്ന ആളാണ്. ഇന്ന് പൊതുവേ ഒരു വിശേഷം പങ്കുവയ്ക്കാം എന്ന് കരുതി വന്നതാണ്. കേരളത്തിലെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടാത്തൊരു വിഷയത്തെ പറ്റിയാണ്. ഈയിടെ തൃശ്ശൂരിൽ വെച്ച് കെ വേണുവിൻ്റെ സിനിമ പ്രദർശനം ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ടതിന് ശേഷം ചർച്ച നടന്നിരുന്നു. കെ വേണു ഇപ്പോൾ നക്സലൈറ്റ് പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും വിട്ട് ജനാധിപത്യ ആശയഗതിയിലേക്ക് എത്തിയ കാലമാണല്ലോ. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട കുറേ എഴുതിയിട്ടുണ്ട്. ജനാധിപത്യത്തെ തന്നെ വിമർശിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ അദ്ദേഹത്തിൽ നിന്ന് കാര്യമായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അത് അവിടെ വെച്ച് സൂചിപ്പിക്കുകയുണ്ടായി ഈ കാലഘട്ടത്തിലെ ജനാധിപത്യത്തെ പറ്റിയിട്ട്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ എത്തരത്തിലുള്ളൊരു ജനാധിപത്യമാണ് വേണ്ടേ എന്നുള്ളൊരർത്ഥത്തിലാണ് അന്ന് സംസാരിച്ചത്. അതിനുശേഷം പല സുഹൃത്തുക്കളും നേരിട്ട് അവിടെ വെച്ചും പുറമെ വെച്ചും സംസാരിക്കുകയുണ്ടായി ഞാനുമായിട്ട്. അന്നവിടെ പറഞ്ഞത് വെറും ജനാധിപത്യമല്ല, നാച്ചുറൽ ഡെമോക്രസി ആണ് ഈ കാലഘട്ടത്തിൻ്റെ ജനാധിപത്യം എന്നാണ് പറഞ്ഞത്. അഥവാ ഹരിത ജനായത്വം, ഗ്രീൻ ഡെമോക്രസി, അതാണ് ഈ കാലഘട്ടത്തിൽ വേണ്ടതെന്നാണ് പറയുന്നത്. നമ്മൾ പരിചയിച്ച ജനാധിപത്യത്തിലൊന്നും അതില്ല. പുതിയ കാഴ്ചപ്പാടും ഭാഷയും സംബോധനയുമാണത്. കാലികമായിരിക്കുന്ന ഇന്ത്യൻ ലോക കേരള അവസ്ഥയിൽ ആവശ്യമായിരിക്കുന്നതാണ് ഗ്രീൻ ഡെമോക്രസി എന്നാണ് അന്ന് പറയാൻ ശ്രമിച്ചത്. അതിനെപ്പറ്റി പിന്നീട് പല അഭിപ്രായങ്ങളും ചർച്ചകൾ പിന്നീട് വ്യക്തിഗതമായി നടക്കുകയുണ്ടായി. അപ്പോൾ പലർക്കും ഇതെന്താണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് കൂടുതൽ അറിയാൻ പലരും ചോദിക്കുകയുണ്ടായി. ഇത് അക്കാഡമിക്കായി കേരളീയ സാഹചര്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലിഖിത സാഹിത്യങ്ങൾ കുറവാണ്. ചിന്തിക്കുന്ന ആളുകൾ അവരുടെ മനസ്സിലുള്ളത് രൂപപ്പെടുത്തിയെടുത്ത് കടഞ്ഞെടുത്താണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. അതായത് ഇത് അന്വേഷണത്തിൻ്റെ പാതയിലാണ്, ഒരു ചോദ്യോത്തര രീതിയിലുള്ളതല്ല. ഒറ്റയടിക്ക് ഒരു മറുപടി പറയാനോ അല്ലെങ്കിൽ ഇന്നതാണ് എന്ന് പറയാനോ പറ്റുന്ന രീതിയിലല്ല. അന്വേഷണാത്മകമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ആശയം. അപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ചർച്ച ആദ്യം അത് അലോസരം ഉണ്ടാക്കാനാണ് സാധ്യത. നാച്ചുറൽ ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും മനസ്സിലാവില്ല. ഹരിത ജനാധിപത്യം എന്ന് പറയുന്നു അല്ലെങ്കിൽ ഗ്രീൻ ഡെമോക്രസി എന്ന് പറയുമ്പോഴും പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. പരിസ്ഥിതി ഹരിത പ്രകൃതിപക്ഷ ആശയഗതിക്കാർക്ക് അത്രയും മുന്നോട്ട് പോകാൻ കേരളത്തിലായിട്ടില്ല. പാർലമെൻ്ററി ജനാധിപത്യം തന്നെ നിലനിർത്താൻ പാടുപെടുമ്പോൾ ഇതൊക്കെ ചിന്തിക്കാൻ പ്രയാസമാണ് താനും. അങ്ങനെയാണ് നമ്മുടെ ഒരു സാഹചര്യം. എങ്കിലും ഹരിത രാഷ്ട്രീയം അറിയുന്നവർ ഇക്കാര്യത്തിൽ മുൻപിൽ നടക്കുന്നുണ്ട്. ഗ്രീൻ പാർട്ടികളുടെ ശരിക്കും ഒരു വികസിത രൂപമാണ് ഹരിത ജനായത്വം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ബൂർഷ്വാ ജനാധിപത്യമാണ്, സോഷ്യലിസ്റ്റ് ജനാധിപത്യം പോലുമല്ല. ഇന്ത്യ സ്വീകരിച്ചത് ബ്രിട്ടീഷ് യൂറോപ്യൻ അധികാര കേന്ദ്രീകൃതമായിട്ടുള്ള ജനാധിപത്യത്തെയാണ്. ജനാധിപത്യത്തിൻ്റെ പൊതു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാര വികേന്ദ്രീകരണമാണ്. പക്ഷേ നമ്മുടെ അവിടെയുള്ള ഘടന കേന്ദ്രീകരണത്തിൻ്റെയാണ്. അതിൻ്റെ ചില അലകും പിടിയും മാറ്റിയിട്ട് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് അതിനെ സാക്ഷാത്കരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നു എന്നല്ലാതെ അന്തസത്തയിൽ ഇത് അധികാര കേന്ദ്രീകരണം തന്നെയാണ്. ജനാധിപത്യത്തിൻ്റെ പൊതുവായിട്ടുള്ള തത്വങ്ങൾക്കെതിരാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഡെമോക്രസി. അപ്പോൾ അധികാര വികേന്ദ്രീകരണ ശ്രമങ്ങളെ തടയുന്നത് ഈ മുൻപറഞ്ഞ ജനായത്വമാണ്. അവിടെയാണ് ഹരിത ജനായത്വത്തിൻ്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കണം. ജനാധിപത്യത്തിൻ്റെ ഘടന നിയന്ത്രിക്കുന്നത് വലിയ സ്വാധീനമുള്ള ശക്തികളാണ്. വെസ്റ്റ് മിനിസ്റ്റർ ഡെമോക്രസി എന്ന് പറയുന്ന ബ്രിട്ടീഷ് ജനാധിപത്യമാണ് നമ്മൾ സ്വീകരിച്ചത്.
തിരഞ്ഞെടുപ്പിൽ നമുക്ക് വോട്ട് ചെയ്യാനോ മത്സരിക്കാനോ അവകാശമുള്ളത് കൊണ്ട് ഇലക്ട്രൽ ഡെമോക്രസി എന്നും അതിനെ പറയും. ഈ പേരുകളെ ഉള്ളൂ ഇതിന്. ഇന്ത്യൻ ജനാധിപത്യം ഇതായിട്ടില്ല. ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെ പരീക്ഷണങ്ങൾ നടന്നിരുന്നു. ഗാന്ധിയൊക്കെ അത് നടത്തിയിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ ഒരു നാട്ടുരാജ്യത്ത്, ഔദ് എന്ന് പറയുന്ന നാട്ടുരാജ്യത്ത് ജനാധിപത്യത്തിൻ്റെ പരീക്ഷണങ്ങൾ നടന്നിരുന്നു. ഭരണഘടന പോലും എഴുതി തയ്യാറാക്കിയിട്ടുള്ളതാണ്. അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്ന കൺസെപ്റ്റ് മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ ഈ വെസ്റ്റ്മിനിസ്റ്റർ ഡെമോക്രസിയുടെ പിറകെ പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് നമുക്കറിയാം, തെരഞ്ഞെടുപ്പിൽ പ്രായപൂർത്തിയായവർക്ക് വോട്ടവകാശമുണ്ടെന്നല്ലാതെ വേറെ വലിയ കാര്യമായിട്ടുള്ള ഗുണമൊന്നുമില്ല. കുടുംബവാഴ്ചയിലേക്ക് പോയ ചരിത്രാനുഭവം ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഫാസിസത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യം. അപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്ന ഭയങ്കരമായ ഒരു വിശുദ്ധ പശുവോ ഒരു എന്താ പറയുക കളങ്കരഹിതമായൊരു സംവിധാനമോ ഒന്നുമല്ല. ഇതിനെയൊക്കെ മുൻകൂട്ടി കണ്ട് ഭരണഘടനാ ശില്പികൾ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് ഉള്ള ജനാധിപത്യത്തിൻ്റെ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സാമൂഹ്യ ജനാധിപത്യം ആക്കണം എന്നൊക്കെ പറഞ്ഞു വെച്ചെങ്കിലും അതൊക്കെ പ്രായോഗികമാകാതെ അവിടെ കിടക്കുകയാണ്. അതിനുള്ള നയങ്ങളും അതിനുള്ള കാര്യങ്ങളും ഭരണഘടനാ ശില്പികൾക്ക് പോലും അതിൽ കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ സാമൂഹ്യ ജനാധിപത്യമൊന്നും പറച്ചില്ലല്ലാതെ വേറെയില്ല. ഉള്ള ജനാധിപത്യം എന്ന് പറയുന്നത് തന്നെ ഫാസിസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ജനാധിപത്യത്തിൻ്റെ 4 തൂണുകൾ എന്ന് പറയുന്ന തൂണുകൾ മുഴുവൻ ചെതിലെടുത്തു കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ വർത്തമാന ഇന്ത്യയിലെ അനുഭവങ്ങളിൽ നിന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ജനാധിപത്യം ഇനി അധികകാലത്ത് ഇന്ത്യയിൽ നിലനിൽക്കില്ല. അവിടെയാണ് ഇത്തരം ജനാധിപത്യമല്ല, അത് പ്രകൃതി വിരുദ്ധമാണ്, പുരുഷ കേന്ദ്രീകൃതമാണ്, അധികാര കേന്ദ്രീകൃതമാണ് ഇന്ന് നിലനിൽക്കുന്ന ജനാധിപത്യം. ഈ ജനാധിപത്യമല്ല വേണ്ടേ, ഹരിതജനായത്വമാണ് വേണ്ടേ എന്ന് നമ്മൾ പറയുന്നത്. നിലവിലുള്ള ജനായത്വം എങ്ങനെയായാലും ഇത്തരം കാര്യങ്ങളിലേക്ക് തന്നെയാണ് ഇനി നീങ്ങിക്കൊണ്ടിരിക്കുക എന്നും പകരം പ്രകൃതിയുടെ സവിശേഷമായിട്ടുള്ള വൈവിധ്യങ്ങളെ അംഗീകരിക്കലും സഹവർത്തിത്വവും ഈ 2 പ്രധാന തത്വങ്ങൾ പ്രകൃതിയിൽ നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള നാച്ചുറൽ ഡെമോക്രസിയാണ് ഇനി ഉണ്ടായി വരേണ്ടത്. അവിടെ മത്സരമായിരിക്കില്ല, തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളെ തിരിച്ചു വിളിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവേണ്ടി വരും. മനുഷ്യ കേന്ദ്രീകൃതമാണെന്ന് പറയുന്ന ജനാധിപത്യത്തിൻ്റെ പൊതു സ്വഭാവത്തിനപ്പുറത്തേക്കത് പ്രകൃതി കേന്ദ്രീകൃതമോ പ്രകൃതി സൗഹാർദ്ദപരമോ ആവേണ്ടി വരും. അങ്ങനെ കുറേ മാറ്റങ്ങൾ ഹരിത ജനായത്വം കൊണ്ടുവരേണ്ടി വരും. എങ്കിലേ ഇന്നത്തെ ജനാധിപത്യത്തിൻ്റെ പരിമിതികളെ മറികടക്കാൻ കഴിയുള്ളൂ. എങ്കിലേ മനുഷ്യരാശി ഇന്ന് നേരിടുന്ന കാലാവസ്ഥാ വ്യതിയാനവും അതിൻ്റെ ദുരന്തങ്ങളെയൊക്കെ അതിജീവിക്കാൻ ലോകത്തിനും ഇന്ത്യക്കും കേരളത്തിനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ ഈ പ്രകൃതി കേന്ദ്രീകൃതമായിരിക്കുക, അഹിംസാത്മകമായിരിക്കുക, വികേന്ദ്രീകരണമായിരിക്കുക, ബഹുസ്വരത ഉണ്ടായിരിക്കുക, ജീവൻ്റെ മഹത്വം അംഗീകരിക്കുക, ഇത്തരത്തിലുള്ള തത്വങ്ങളെ ഉൾച്ചേർത്ത് രാഷ്ട്രീയ രൂപങ്ങൾ ഉണ്ടാവണം. ഗ്രീൻ പാർട്ടികൾ ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ഗ്രീൻ പാർട്ടികളുണ്ട്. ആ ഗ്രീൻ പാർട്ടികളുടെ പരിമിതികളെ അതിജീവിച്ച് കുറവുകളെ നികത്തിക്കൊണ്ട് ഇന്ത്യയിലും ഗ്രീൻ പാർട്ടികൾ ഉണ്ടാവണം. അങ്ങനെ ഹരിത രാഷ്ട്രീയത്തിനെ ഇനിയുള്ള കാലഘട്ടത്തിൽ ജനാധിപത്യത്തെ ആയാലും സോഷ്യലിസത്തെ ആയാലും ഏത് ആശയഗതിയായാലും സമത്വത്തെ ആയാലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അല്ലെങ്കിൽ ഈ ഭരണഘടനയെ ആശ്രയിക്കുകയാണെങ്കിൽ ഇനി എത്ര കാലം ഭരണഘടന ഇങ്ങനെ നിലനിൽക്കും എന്ന് പോലും ഉറപ്പില്ല. ഭരണഘടനാ തത്വങ്ങൾക്കനുസരിച്ചല്ല ഇവിടെ പ്രവർത്തനം നടക്കുന്നത്. ഭരണഘടന എത്ര കാലം ഇനി ഇവിടെ നമുക്കായി നിൽക്കും എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പരിമിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനാധിപത്യത്തിന് വേണ്ടി ഒരു സമരം നടത്തിയ ജനതയല്ല ഇന്ത്യൻ ജനത. ബ്രിട്ടീഷുകാരുടെ മുഖം വലിച്ചെറിയാൻ വേണ്ടി സമരം നടത്തിയതാണ്, സ്വാതന്ത്ര്യ സമരമാണ്. ആ ജനതയോടാണ് നമ്മൾ ജനാധിപത്യം സംരക്ഷിക്കണമെന്ന് പറയുന്നത്. അതും നിലനിൽക്കുന്ന ഈ ഇലക്ട്രൽ ഡെമോക്രസിനെയാണ് സംരക്ഷിക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ ബൂർഷ്വാ ജനാധിപത്യം എന്ന് പറയുന്ന ജനാധിപത്യത്തെയാണ് പറയുന്നത്. അല്ലാതെ ഒരു സമതയുടെ ജനാധിപത്യമോ അല്ലെങ്കിൽ ഒരു ഹരിത ജനാധിപത്യമൊന്നും അല്ല നമ്മൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ജനാധിപത്യത്തിനെ പോലും അപകടത്തിലായിരിക്കുമ്പോൾ പുതിയ ജനാധിപത്യം വേണം. വഴിമുട്ടി പുതിയ വഴി വെട്ടണം. അങ്ങനെ ലോകത്തിന്, ഭാരതത്തിന്, കേരളത്തിന് ദിശാബോധം ഉണ്ടാകുന്ന രീതിയിലുള്ള ദൈക്ഷണികമായ അന്വേഷണങ്ങളും അതുപോലെ അതിൻ്റെ സാഹിത്യങ്ങളും സംവാദങ്ങളും വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്.
അപ്പോൾ ഈ തരത്തിലൊരു ജനായത്വത്തെ, ഹരിത ജനായത്വത്തെ, നാച്ചുറൽ ഡെമോക്രസിയെ ഉൾക്കൊള്ളാൻ പാകത്തിലായോ കേരളീയ സമൂഹം? ഇല്ല. രാഷ്ട്രീയ അവബോധം ഉണ്ടെങ്കിൽ എല്ലാവർക്കും കക്ഷി രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ സമുദായ രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ മതരാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ പാർട്ടി രാഷ്ട്രീയമാണ്. വർഗരാഷ്ട്രീയം പോലും കമ്മിയാണ്. ഇനി വർഗരാഷ്ട്രീയം ഉണ്ടെങ്കിൽ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. വർഗേതരമായ സംഭവങ്ങളാണ് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടും കൂടുതൽ വരുന്നത്. ഈ ആഘാതത്തിൽ നിന്ന് സമ്പന്നനും ദരിദ്രനും രക്ഷപ്പെടാൻ കഴിഞ്ഞൊന്നും വരില്ല. പണമുള്ളത് കൊണ്ട്, അവൻ സമ്പന്നനായതുകൊണ്ട് ദരിദ്രർക്ക് മാത്രമാണ് ദുരിതം എന്ന് ഇനി വരില്ല. ആ കാലം പോയി, ആ അതിർവരമ്പ് പോയി. ദുരിതം എല്ലാവരും അനുഭവിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അതിൽ വഴി തേടുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പം അധികാര വികേന്ദ്രീകരണത്തെ ലക്ഷ്യം വെച്ച് തുടങ്ങിയ ജനാധിപത്യം അധികാര കേന്ദ്രീകരണത്തിൻ്റെയും കുടുംബവാഴ്ചയുടെയും ഫാസിസത്തിൻ്റെയും അനുഭവങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ജനാധിപത്യത്തിൽ ഇനി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. പകരമുള്ള ജനാധിപത്യം വേണം. അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സംരംഭങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ടാവും. അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചായത്ത് രാജ് നിയമത്തെ പോലെയുള്ള അധികാര വികേന്ദ്രീകരണ പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഈ കേന്ദ്രീകൃതമായിരിക്കുന്ന ഈ സ്റ്റേറ്റ്, അതിനെ നിയന്ത്രിക്കുന്ന, അതിനെ ജനാധിപത്യം എന്ന് പേരിട്ട് മാത്രം വിളിക്കുന്ന, പേരിൽ മാത്രമുള്ള ഈ ജനാധിപത്യത്തിൽ ഈ അധികാര വികേന്ദ്രീകരണം സാധ്യമല്ല. അതാണല്ലോ നമ്മുടെ ദക്ഷിണേന്ത്യയിലെ മുഴുവൻ ആദിവാസി ഊരുകളിൽ നിന്ന് ആളുകളെ അവരെ കുടിയൊഴിപ്പിച്ച് അവിടെ മൈനിങ് ലോബിക്ക് വിട്ടുകൊടുക്കുന്നത്. അവിടുത്തെ ഊരുകൂട്ടങ്ങൾ സമ്മതിച്ചിട്ടാണോ? അവിടുത്തെ പഞ്ചായത്ത് സമ്മതിച്ചിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്? അല്ല. അവരവിടെ പ്രമേയം പാസ്സാക്കുന്നു, അവർക്ക് ഉള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവർ പരാതികൾ കൊടുക്കുന്നു, അവർ ഏകകണ്ഠമായി തീരുമാനിക്കുന്നു ഞങ്ങൾ ഇവിടുന്ന് കുടിയൊഴിപ്പിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ നാട്ടിൽ ഇത് വേണ്ട എന്ന്. പക്ഷേ അവിടെയൊക്കെ ഈ വികസനത്തിൻ്റെ പേരും പറഞ്ഞ് ഈ ജനാധിപത്യം തന്നെ, നമ്മളീ പറയുന്ന ഈ ഇലക്ട്രൽ ഡെമോക്രസി തന്നെയാണ് അവരെ അടിച്ചമർത്തി കുടിയൊഴിപ്പിച്ച് അത് മൈനിങ്ങിനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി വിട്ടുകൊടുക്കുന്നത്, കുത്തകകൾക്ക് വേണ്ടി. അവരാണ് നിയന്ത്രിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തെ. നമ്മളീ പറയുന്ന പാർലമെൻറ്റ്, രാജ്യസഭ എന്നൊക്കെ ഈ പറയുന്ന സംഭവങ്ങളിൽ നടക്കുന്ന മീറ്റിങ്ങുകളെ പറ്റി നമ്മൾ അറിയുന്നില്ലേ? മന്ത്രിമാർ പോലും പലപ്പോഴും അവിടെ ചെല്ലുന്നില്ല. ഒരു ബില്ലൊക്കെ പാസ്സാക്കി എടുക്കണമെങ്കിൽ 7 മിനിറ്റ് മതി. 10 ബില്ലൊക്കെയാണ് പാസ്സാക്കി എടുക്കുന്നത്. അപ്പോൾ ഓരോ കക്ഷികളുടെയും താല്പര്യമനുസരിച്ച് ജനാധിപത്യ പ്രക്രിയയെ തന്നെ, അതിൻ്റെ ശ്രീകോവിലുകൾ തന്നെ ഇപ്പോൾ കറപുരണ്ടിരിക്കുകയാണ്. ജുഡീഷ്യറിയുടെ കാര്യത്തിലായാലും ലെജിസ്ലേറ്റീവിൻ്റെ കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും എടുത്തു നോക്കിയാൽ ഇന്ത്യ ഒരു ജനാധിപത്യത്തിൻ്റെ തിരിച്ചുപോക്കാണ്. ബൂർഷ്വാ ജനാധിപത്യമെന്നോ അല്ലെങ്കിൽ വെസ്റ്റ്മിനിസ്റ്റർ ഡെമോക്രസി എന്നോ പറയുന്നതിൻ്റെ പോലും അന്തസത്ത ഇന്ത്യൻ ജനാധിപത്യത്തിന് ഇപ്പോൾ ഇല്ല. അവിടെയാണ് നമ്മൾ ഈ ജനാധിപത്യത്തിൻ്റെ പിറകെയല്ല നമ്മൾ പോകുന്നുണ്ടത്. നമ്മൾ പ്രകൃതി മനുഷ്യ സ്വാസ്ഥ്യത്തിനും നിലനിൽപ്പിനും വളർച്ചയ്ക്കും വേണ്ടിയുള്ള, സൗഹൃദപരമായ ജീവിതത്തിനും ശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയുള്ള വിഭവങ്ങളെല്ലാം എല്ലാവർക്കും ലഭ്യമാകുന്ന വിധത്തിലുള്ള, മനുഷ്യനിൽ സ്വാതന്ത്ര്യവും സമത്വവും അതുപോലെ തന്നെ സൗഹാർദ്ദവും ഒക്കെ രൂപപ്പെടാൻ ഇടവരുന്ന നാച്ചുറൽ ഡെമോക്രസി എന്ന് നമ്മൾ വിളിക്കുന്ന ഹരിതജനായത്വം എന്ന് പറയുന്ന ഈ സംഭവം, ഹരിതജനായത്വം ഉണ്ടായി വരണം. അതിനുവേണ്ടി ശ്രമിക്കാൻ ഇനി കാലമില്ല. സത്യത്തിൽ ഇനിയെങ്കിലും നമ്മുടെ കേരളീയ സമൂഹം, ദൈക്ഷണിക സമൂഹം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടതുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഇതാണ്. പ്രധാനമായിട്ടും മനുഷ്യ കേന്ദ്രീകൃതമായ ജനാധിപത്യത്തിനപ്പുറത്തേക്ക് പ്രകൃതിയെ കൂടി ഉൾക്കൊള്ളുന്ന, പ്രകൃതിയുടെയും ഭാഗമായിരിക്കുന്ന മനുഷ്യ സമൂഹത്തിന് വേണ്ടിയാണ്. ഒന്ന്, പ്രകൃതിയുടെ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട്. അതാണ് അതിൻ്റെ സ്വഭാവം. ആ വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്നതായിരിക്കും. അതുപോലെ സഹവർത്തിത്വമുണ്ട്. വിദ്വേഷപരമല്ല, സഹവർത്തിത്വമാണ്. പരസ്പര ആശ്രിതത്വമാണ് പ്രകൃതിയിലെ എല്ലാ സംഭവങ്ങളും. പഞ്ചഭൂതങ്ങളെ ആശ്രയിക്കാതെയായിട്ട് മനുഷ്യന് ജീവിക്കാൻ കഴിയില്ലല്ലോ. ഒരു ജീവിക്കും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ പഞ്ചഭൂതാത്മകമായ ഈ ഭൂമിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന എല്ലാം മനുഷ്യനും ജീവജാതികൾക്കും എല്ലാം അർഹതപ്പെട്ടതാണ്.
അപ്പോൾ ജീവൻ്റെ മഹത്വത്തെ കൂടി അംഗീകരിക്കുന്ന ജനാധിപത്യമാണ്. അപ്പോൾ അവിടെ കൊല്ലും കൊലയല്ല പ്രധാനം, മത്സരമല്ല പ്രധാനം, വിദ്വേഷമല്ല പ്രധാനം, ചേർത്ത് നിർത്തലാണ്, അകറ്റി നിർത്തലല്ല. ആ രീതിയിൽ ജനാധിപത്യം വന്നാലേ നമ്മുടെ നാട്ടിലെ ഈ അശാന്തികൾ, കലാപങ്ങൾ, സംഘർഷങ്ങൾ അതിന് പോലും പരിഹാരം വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ പ്രകൃതിയിലേക്ക് മനുഷ്യൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്, പ്രകൃതിയെ പരിഗണിക്കുക എന്നുള്ളതാണ്, പ്രകൃതിയെ പരിപാലിക്കുക എന്നുള്ളതാണ്. ആ രീതിയിലുള്ളൊരു ഡെമോക്രസി ഉണ്ടായി വരികയാണെങ്കിൽ ലോകത്തിന് തന്നെ അത് മാതൃകയാവും. വിദേശ രാജ്യങ്ങളിലൊക്കെ ഗ്രീൻ പാർട്ടികൾ പ്രവർത്തിക്കുന്നുണ്ട്, അവർ അത്തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. അവർ അതുപോലെ ഹരിത രാഷ്ട്രീയം ഇവിടെ ഇല്ല, ഗ്രീൻ പാർട്ടികൾ ഇവിടെ ഇല്ല. അതിൻ്റെ അഭാവത്തിലാണ് നമുക്ക് ഈ ഹരിത ജനാധിപത്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തത്. അതുകൊണ്ടാണ് മുന്നേ ഉണ്ടായി വരേണ്ടിയിരുന്ന പ്രസ്ഥാനങ്ങളാണ് അതൊക്കെ, അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതടക്കം ഉണ്ടായി വരുമ്പോഴാണ് നമുക്ക് ഹരിത ജനായത്വം എന്താണെന്നും ഗ്രീൻ ഡെമോക്രസി എന്താണെന്നും ഒക്കെ നമുക്ക് തിരിച്ചറിയുകയും നമ്മളുടെ പ്രവർത്തനങ്ങൾ ആ പാതയിലൂടെ കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യുള്ളൂ. ഇതൊരു അന്വേഷണാത്മകമായിട്ടുള്ളൊരു കാര്യമാണ്. അത് കാരണം കൊണ്ട് തന്നെ ഇത് ഇന്നതാണ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. മറ്റെല്ലാ അധികാര സംവിധാനങ്ങളുടെയും കുറവ് നികത്തിക്കൊണ്ടാണ് ജനാധിപത്യം വന്നത്. ഗോത്ര ജീവിതമായാലും സുൽത്താൻ ഭരണമായാലും പട്ടാള ഭരണമായാലും രാജഭരണമായാലും അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ഏകാധിപതികളുടെ ഭരണമായാലും ഇതിനൊക്കെ പരിമിതികളുള്ളതുകൊണ്ട് പിൽക്കാലത്ത് ആധുനിക സമൂഹം അതാണ് മനുഷ്യ സമൂഹം കണ്ടെത്തിയതാണ് ഡെമോക്രസി. ആ ഡെമോക്രസിയിൽ നിന്ന് മുന്നോട്ട് പോകാനാണ് നമ്മൾ പറയുന്നത്. അതിൽ നിന്ന് കുറേ കൂടി മുന്നോട്ട് പോകണം. ആ ഡെമോക്രസി ഓരോ കാലഘട്ടത്തിലും ഓരോ ഡെമോക്രസിയാണ്. വെറുതെ ചുണ്ടത്ത് തേച്ച് ജനാധിപത്യം, ജനങ്ങളുടെ ആധിപത്യം, ജനങ്ങളുടെ ഭരണം, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണം, ജനങ്ങളാലുള്ള ഭരണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കലാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. ശരിയായിട്ടുള്ള ജനാധിപത്യത്തിൽ എല്ലാ മനുഷ്യർക്കും, എല്ലാ പ്രായപൂർത്തിയായവർക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും, എല്ലാ ജീവജാതികൾക്കും, എല്ലാ പ്രകൃതി വിഭവങ്ങൾക്കും പ്രാധാന്യം കൽപ്പിക്കപ്പെടുകയും തുല്യത കൽപ്പിക്കപ്പെടുകയും അവസര സമത്വം ഉണ്ടാവുകയും സ്വാതന്ത്ര്യത്തോടു കൂടി എല്ലാവർക്കും ഇടപെടാൻ കഴിയുകയും സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുകയും ചെയ്യണം. അപകടങ്ങളെ കാത്തിരിക്കാൻ പറ്റില്ല. ചുഴലി വരുന്നു, തീ വരുന്നു, ചൂട് കൂടുന്നു, അതിവൃഷ്ടി വരുന്നു, അനാവൃഷ്ടി വരുന്നു. അങ്ങനെ ഭയത്തിൻ്റെ ലോകത്ത് ജീവിക്കേണ്ട ഗതികേടിൽ നിന്ന് മുക്തമാവണമെങ്കിൽ സമയം വൈകിയാലും ഇനി അതിനുള്ള പരീക്ഷണങ്ങളും ശ്രമങ്ങളും ആവിഷ്കാരങ്ങളും ഉണ്ടാവണം. ആ രീതിയിൽ ഹരിത രാഷ്ട്രീയം, ഹരിത ജനാധിപത്യം എന്നുള്ള രീതിയിലുള്ള ആശയങ്ങളെ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി ഞാനിതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. കൂടുതൽ ചർച്ചകൾക്ക് വേണ്ടി ഇത് വെക്കുകയാണ്. ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് കൂടുതൽ ചർച്ചകളും സംവാദങ്ങളും വരണം. അതുപോലെ തന്നെ സാഹിത്യം ഉണ്ടാകണം, ആ രീതിയിൽ ആശയവിനിമയം നടക്കണം. അങ്ങനെ കൂടുതൽ താല്പര്യമുള്ളവർക്ക് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവണം. കൂട്ടായിട്ടുള്ള ആലോചനകളും കൂട്ടായ യാത്രകളും കൂട്ടായ പ്രവർത്തനങ്ങളും ചെയ്യാൻ നമുക്ക് കുറെ കൂടി വ്യക്തത കൈവരിക്കാൻ ഒരു മഹാസംവാദം തന്നെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് നിർത്തുന്നു. എൻ്റെ പേര് ഡേവിസ് വളർക്കാവ്. എൻ്റെ നമ്പർ 90 61 62 91 35. നന്ദി, നമസ്കാരം, വണക്കം.